CPI സംസ്ഥാന സെക്രട്ടറി നിയമനത്തിലെ പരസ്യ പ്രതികരണത്തിൽ കെ ഇസ്മയിലിനെ വിമർശിച്ച മന്ത്രി പി പ്രസാദ് രംഗത്ത് വന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ ആരും പുറത്ത് വിളിച്ചു പറയാറില്ല. അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണം എന്നുള്ളത് നിയമം എല്ലാ അംഗങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ആരും മറക്കരുതെന്ന് പി പ്രസാദ് ഓർമ്മിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അത്തരമൊരു പക്ഷത്തിൻ്റെയോ അത്തരമൊരു ചേരിതിരിവിൻ്റെയോ ഒരു സ്പേസും ഇല്ല. അതുണ്ടാവുകയും ഇല്ല. ആളുകൾക്ക് എവിടെ വേണമെങ്കിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുമുണ്ട്. ആ അഭിപ്രായങ്ങൾ പറയുന്നത് പാർട്ടിക്കകത്തായിരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി അംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു മാർഗം സ്വീകരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി അംഗത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വവും ഇതാണ് പാർട്ടി രീതി എന്നുള്ളതും ആരും മറന്നു പോകാൻ പാടില്ലാത്തതുമാണ്. എവിടെയും ഏത് കാര്യവും നമുക്ക് ഉന്നയിക്കാൻ ഈ പാർട്ടിക്കകത്തൊരു സ്പേസ് ഉണ്ട്. അത് ഉപയോഗിച്ച് വന്നിട്ടുള്ളവരാണ് എല്ലാവരും. അത് ഏത് സംവിധാനത്തിലും അങ്ങനെ തന്നെയാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് മന്ത്രി പി പ്രസാദ് ഈ കാര്യം ഓർമ്മിപ്പിച്ചത്? കാരണം കെ ഇസ്മയിലും അതുപോലെ തന്നെ സി ദിവാകരനും എന്നും കാനത്തിൻ്റെ എതിർപക്ഷത്തായിരുന്നു. പി പ്രസാദൊക്കെ തന്നെ എനിക്കൊന്ന് കാനത്തിൻ്റെ അനുകൂല പക്ഷവുമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഈ കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന് പിന്നാലെ CPIയിൽ ആഭ്യന്തര കലഹമെന്ന പ്രതീതി പരത്തുന്നതായിരുന്നു മുതിർന്ന നേതാവ് കെ ഇസ്മയിലിന്റെ കഴിഞ്ഞ ദിവസത്തെ പരസ്യ പ്രതികരണം. പാർട്ടിയിലെ കീഴ്വഴക്കം ലംഘിച്ചാണ് തിടുക്കത്തിൽ ബിനോയ് വിശ്വത്തെ നിയമിച്ചതെന്ന് കെ ഇസ്മയിൽ തുറന്നടച്ചു. ഇതിന് പിന്നാലെ മയപ്പെടുത്തിയിട്ടുള്ള പ്രതികരണമാണ് ഇന്നലെ പി പ്രസാദ് നടത്തിയത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ. അദ്ദേഹം ഒരു വിമർശനാത്മക സ്വരത്തിൽ കെ ഇസ്മായിലിനെതിരെ നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി പ്രസാദ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അതായത് അഭിപ്രായം പറയാൻ പാർട്ടിയിൽ എല്ലാവർക്കും അവകാശമുണ്ട്. അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണമെന്നത് പാർട്ടി അംഗത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വവും ഇതാണ് പാർട്ടി രീതിയും എന്നത് ആരും മറന്നുപോകരുതെന്ന് പി പ്രസാദ് പറയുമ്പോൾ അത് കെ ഇസ്മയിലിനുള്ള മുന്നറിയിപ്പായി നമുക്ക് വിലയിരുത്താൻ കഴിയും. വീട്ടിലെ പ്രശ്നങ്ങൾ ആരും പുറത്ത് വിളിച്ചു പറയാറില്ലല്ലോ. അങ്ങനെ പുറത്തേക്ക് വിളിച്ചു പറയുന്നത് ശരിയായ രീതിയാണോ എന്ന് ആലോചിക്കണം. CPIയിൽ വിഭാഗീയത ഉണ്ടെന്ന പ്രചരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി നടക്കുന്നു. സംസ്ഥാന സമ്മേളനം ചേർന്നപ്പോൾ ഉണ്ടായ കഥകൾക്ക് ഒരു അടിസ്ഥാനവുമില്ലായിരുന്നു. CPIക്കുള്ളിൽ ഒരു ചേരിക്കും സ്ഥാനമില്ലെന്നും CPI ഒറ്റക്കെട്ടായി പോകുമെന്നും ഏതെങ്കിലും നേതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് പാർട്ടി സംവിധാനത്തിൽ ചർച്ച ചെയ്യുമെന്നടക്കമുള്ള പ്രതികരണം മന്ത്രി പി പ്രസാദിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനു മുൻപ് തിരുവനന്തപുരം സീറ്റ് ഇതടക്കമുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ചയാകുന്നതിനിടെയായിരുന്നു കെ ഇസ്മയിലിന്റെ പ്രതികരണം. അത് പാർട്ടിക്കുള്ളിൽ ചെറിയ രീതിയിലുള്ള ചേരിതിരിവിനിടയാക്കിയെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വിവരങ്ങൾ വന്നതാണ്. പക്ഷേ ഇപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മുന്നറിയിപ്പുമായിട്ടാണ് മന്ത്രി പി പ്രസാദ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. സ്കേൻ. താങ്ക് യു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.